ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്, അതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ അവരെന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, അവരുടെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ചെന്നുള്ളതാണ്. Ten of Wands, Hermit, Ten of Swords, Ace of Swords, Sun, Four of Cups, Tower, Ace of Pentacles and Five of Cups. നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് അത്യാവശ്യം നല്ല ധാരണയുള്ള ഒരു പേഴ്സണായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് അവർ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിലവിലുള്ളൊരു അവസ്ഥ മാത്രമല്ല, ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുള്ളൊരു കാലപ്പഴക്കമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഡീറ്റെയിൽഡായിട്ട് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ലൈഫിൽ ഒരുപാട് ബാധ്യതകൾ ചുമന്ന് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണായിട്ടാണ് അവർ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലരും നിങ്ങളെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. അതായത് ഒരുപാട് മറ്റുള്ളവരുടെ കൂടി ഭാരം ഏറ്റെടുത്ത് നടക്കേണ്ടി വരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പേഴ്സണായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ദുഃഖം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇതുവരെ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അത് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് തന്നെ ആവണമെന്നില്ല, വേറെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. നിങ്ങളെ ഒരുപാട് മുറിവേൽപ്പിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രോമ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മുറിവുകൾ ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു പേഴ്സണായിട്ട് അവർ നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. എന്നാൽ ആ ഒരു രീതിയിൽ പറയുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം വളരെ പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും സ്വയം ആ ഒരു ഉരുകിത്തീരുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാ ചൂടും സ്വയം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെ നോക്കി കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ മറ്റുള്ളവരെ കൂടുതലും ഹാപ്പി ആക്കി വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, ആരുമായിട്ടാണെന്നുണ്ടെങ്കിലും ഇടപഴകുമ്പോൾ മറ്റുള്ളവർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ മറ്റു പലർക്കും ഉപദേശം കൊടുക്കാൻ മാത്രമുള്ള ഒരു അനുഭവ സമ്പത്ത് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അതായത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുക, പല പല സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള ലൈഫ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. നോർമൽ ഓർഡിനറി ലൈഫിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ചിലരുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തികളുണ്ട്. ഇപ്പോൾ വേറൊരു വ്യക്തി മാറി നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്രയും ടഫ് സിറ്റുവേഷനാണ്. ഞാനാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ
മാറിപ്പോയേനെ അല്ലെങ്കിൽ വീണ് പോയേനെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്രയും ഒരു ടഫായിട്ടുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് അനുഭവ സമ്പത്ത് ഉണ്ടാവും. മറ്റുള്ളവരെ അഡ്വൈസ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഗൈഡ് ചെയ്യാനും ഒക്കെ കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് ഇവർ നിങ്ങളെ തീർച്ചയായിട്ടും നോക്കിക്കാണുന്നത്. അപ്പം നിങ്ങൾക്ക് സ്വയം പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ ഇതൊന്നും അറിയിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. അവരോടൊക്കെ വളരെ പോസിറ്റീവായിട്ട് ആളുകളോട് പെരുമാറുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. സ്വയം വിഷമം സ്വന്തമായിട്ട് മനസ്സിനുള്ളിൽ ഒതുക്കുക. അതൊന്നും ആരോടും ഷെയർ ചെയ്യാനോ പറഞ്ഞുകൊണ്ട് നടക്കാനോ ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു മൈൻഡ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളായിരിക്കാം, അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട വ്യക്തികളോട് മാത്രമായിരിക്കാം അത് ഷെയർ ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ എത്രയൊക്കെ തളർന്നു പോയി അല്ലെങ്കിൽ എണീക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും അവിടെ നിന്ന് ഉയർത്തെണീക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സണായിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കും പൊതുവെ എവിടെയാണെന്നുണ്ടെങ്കിൽ വളരെ സത്യസന്ധമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് അവർ നോക്കിക്കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷേ നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ അതേസമയം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ബിഹേവിയർ ചേഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതിനകത്ത് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് എന്താണ് നിങ്ങൾ വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഒരു പ്രതികരണം എന്താണെന്ന് ഒരാൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റണമെന്നില്ല. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഹേർട്ടാവുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ അതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്തു എന്ന് വരാം. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങളുടെ പ്രവർത്തികളായാലും അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന കാര്യങ്ങൾ ആയാലും ചിലപ്പോൾ മറ്റുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ ഊഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില പഴയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളൊരു പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ കാണാം. ചിലരെ സംബന്ധിച്ച് അവരുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ആയിരിക്കാം. ചിലർക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല, അവരുടെ കഴിഞ്ഞ കാലത്തിൽ അവർ മുറിവേറ്റിട്ടുള്ള സംഭവങ്ങളായിരിക്കാം. അപ്പോൾ നിലവിലാണെന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തമ്മിലുള്ളൊരു അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഒക്കെ ഉണ്ടായെന്ന് വരാം. കാരണം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ളൊരു ഫീലിങ്ങും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയത്ത് അവരോട് അത്രയധികം ഇടപഴകുന്നുണ്ടാവില്ല. ഇപ്പോൾ കോൺടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉള്ളു തുറന്ന് പെരുമാറുന്നു എന്ന ഒരു പേഴ്സൺ ചിലപ്പോൾ തോന്നാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഒരു ക്ലാഷസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു അതിർവരമ്പ് വെക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. നോ കോൺടാക്റ്റ് ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്പ്രെഡ് എടുക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി തീർച്ചയായിട്ടും കിട്ടും. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ മറ്റാരുടെയും ഒരു തെറ്റായ ഒരു ഓഫറോ കാര്യങ്ങളോ ഒന്നും സ്വീകരിക്കുന്ന ഒരു പേഴ്സണല്ല എന്നുള്ളതും കൂടി നമുക്കിവിടെ കാണാം. അതായത് ഇപ്പോൾ എന്തെങ്കിലും തന്ന് നമ്മൾ ഒരു വ്യക്തിയെ വശീകരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പറയില്ല മണിയടിക്കുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നടക്കാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം. ഇപ്പോൾ തെറ്റായിട്ടുള്ളൊരു ഓഫർ തന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ പാട്ടിലാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്ത് വീഴുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് അവർക്ക് തോന്നുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. മാത്രമല്ല നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉള്ളുകൊണ്ട് അതിന് വേദനിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയും ആ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് അവരിപ്പോൾ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് അവരുടെ മനസ്സിലിപ്പോൾ ഉള്ളതെന്ന്. Queen of Wands, Six of Cups, King of Coins, Two of Cups, Ace of Swords, Nine of Coins, Two
2 of Swords, 9 of Wands, 9 of Cups, 7 of Swords, 8 of Wands, Strength, Lovers, 5 of Swords, Star, Knight of Cups. ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പോസിറ്റീവായിട്ടുള്ളൊരു എനർജീസാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ ചിലരെ സംബന്ധിച്ച് ഈ വ്യക്തി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവാം, നിങ്ങളുമായിട്ട് കോൺടാക്റ്റിലുണ്ടാവാം. ചിലവരാണെന്നുണ്ടെങ്കിൽ നോ കോൺടാക്റ്റിലും ആയിരിക്കാം. അപ്പോൾ ചില സ്പ്രെഡ് നമ്മൾ പ്രത്യേകം പറയാറുണ്ട്, ഇത് നോ കോൺടാക്റ്റിലുള്ളവർക്ക് മാത്രമാണ് റെസനേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കോൺടാക്റ്റിലുണ്ടാവാനും സാധ്യതയുണ്ട്. കാരണം നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി എത്രയും വേഗം ആ ഒരു നോ കോൺടാക്റ്റ് അവസാനിപ്പിക്കുന്നുള്ളതാണ്. നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും എത്തിച്ചേരും. ഇപ്പോൾ നോ കോൺടാക്റ്റിലായിരുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും റീസെൻ്റായിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ സാഹചര്യമാണ്, അല്ലെങ്കിൽ വരാൻ ചാൻസസ് വളരെ കൂടുതലായിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്പ്രെഡിൽ പറഞ്ഞതാണ്, ഈ വ്യക്തി നിങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്, നല്ലതുപോലെ നിങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപാട് നാളത്തെ പരിചയമുള്ള അല്ലെങ്കിൽ ആഴത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് എവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഒരു ബന്ധം ആഴത്തിൽ വേരൂന്നിയ ബന്ധം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് അവർ നോക്കിക്കാണുന്നത്. മാത്രമല്ല ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളെ അവർ കാണുന്ന ആ ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാം അത്രയധികം താല്പര്യത്തോടു കൂടി, അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണുന്ന സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. നമുക്ക് ഈ അടുത്ത കാലത്തെങ്കിൽ ഇത്രയും ഒരു ഹൈലി പോസിറ്റീവായിട്ടുള്ളൊരു സ്പ്രെഡ് വന്നിട്ടില്ല എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം, ഇഷ്ടം, ഇതെല്ലാം അത്രയും മനസ്സിൽ സൂക്ഷിക്കുന്ന ഏതോ പേഴ്സൻ്റെ എനർജി ആയിട്ട് തന്നെ നമുക്കിവിടെ നോക്കിക്കാണാം. നിങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കുക, നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം അവർക്ക് നിങ്ങളോട് ഹോണസ്റ്റായിട്ട് തുറന്ന് സംസാരിക്കാനുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കോൺടാക്റ്റിലുണ്ടെന്നുണ്ടെങ്കിലും അവർ ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ ഒരു മാനസികമായിട്ടുള്ള വേർതിരിവ് വരുത്തിയിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ സ്പ്രെഡിൽ പറഞ്ഞതുപോലെ ഒരു ബൗണ്ടറി ഇവിടെ വന്നത് ചിലപ്പോൾ ഈ പറഞ്ഞൊരു കാര്യമുള്ളത് കൊണ്ടായിരിക്കാം. ഇനിയിപ്പോൾ നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ വെറും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല, നിങ്ങളോട് ചില സത്യങ്ങൾ തുറന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലിരുന്ന ആ ഒരു സത്യം വീർപ്പ് മുട്ടുന്നുണ്ട്, അത് നിങ്ങളോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ബന്ധത്തിൽ ജെനുവിനായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആത്മാർത്ഥമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സത്യസന്ധമായിട്ട് നിൽക്കുക എന്നൊക്കെ പറയില്ല, എന്ന് പറഞ്ഞതുപോലെ അവർക്ക് ജെനുവിനായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങളോട് തുറന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. കാരണം ഈ വ്യക്തി അവരുടെ ഒരു ഫ്യൂച്ചറിൽ പോലും നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള തരത്തിൽ നോക്കി കാണുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഈ ഒരു തരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളത് കാണാം. ചിലപ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് ഓർത്തിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാസ്റ്റിൽ അവർ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പാസ്റ്റിൽ എന്തെങ്കിലും ഹേർട്ട് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ അതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവരത് ഒന്ന് റീതിങ്ക് ചെയ്യുന്നത്, വേണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ അപ്പോഴും അവർ ഫൈനലി ചെന്ന് എത്തി നിൽക്കുന്നത് അവരെന്താണോ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ ആ ഒരു ഒളി മറ അല്ലെങ്കിൽ ചിലപ്പോൾ കള്ളം പറഞ്ഞതായിരിക്കാം, അത് തുറന്ന് പറയണം എന്നുള്ള ഒരു ചിന്താഗതി തന്നെയാണ് ഫൈനലി ചെന്ന് ഈ ഒരു പേഴ്സൺ എത്തി നിൽക്കുന്നത്. കാരണം എന്നാൽ ഇവർക്കൊരു സമാധാനവും സ്വസ്ഥതയുള്ളൂ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ അതിനുള്ള ഒരു ധൈര്യം നിങ്ങളോട് സത്യം തുറന്ന് പറയാനാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ വളരെ ജെനുവിനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാനാണെന്നുണ്ടെങ്കിലും, ഒരു പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോയിട്ട് അവർ ചിലപ്പോൾ ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇനി ഒരു പക്ഷേ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം, പക്ഷേ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യാതിരുന്നൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരെ എല്ലാം നിങ്ങളോട് റിവീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രാധാന്യം. അവർ സത്യസന്ധമായിട്ട് ഓപ്പണായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒന്നും മറച്ചു വെക്കേണ്ടതില്ല. മറച്ചു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡേ ആവുള്ളൂ. അപ്പോൾ എല്ലാം തുറന്ന് പറഞ്ഞ് നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ തന്നെ വളരെ ജെന്യുവനായിട്ട് അല്ലെങ്കിൽ ലോയലായിട്ട് നിന്നെങ്കിൽ മാത്രമേ
ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഹാർമണി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റൂ എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഓൾറെഡി കോൺടാക്റ്റിൽ ഉണ്ടാവാം, ചിലർ ഓൺ ആൻഡ് ഓഫ് കോൺടാക്റ്റ് ആയിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ചില മുറുമുറുപ്പുകൾ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ള തോന്നലുകളൊക്കെ നിങ്ങൾക്കിടയിൽ ചിലവരങ്ങനെയാണ്. സംസാരമുണ്ട് അല്ലെങ്കിൽ കോൺടാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോൺടാക്റ്റ് ഉണ്ട്, പക്ഷേ ആ ഒരു പഴയ അടുപ്പത്തിലേക്ക് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയും അതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അത്രയും ആ ഒരു ഇഴയെടുപ്പത്തിലേക്ക് വരണം, അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് ബോണ്ടിങ് വേണം ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങൾ തമ്മിൽ എന്ത് കാര്യത്തിൻ്റെ പേരിലാണോ ഒരു സ്വരച്ചേർച്ച ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒന്ന് അകന്ന് നിൽക്കുന്നത് എന്തിൻ്റെ പേരിലാണോ അത് എനിക്ക് മാറ്റിയെടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഹൈലി പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് എന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രതീക്ഷകൾ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ള അകൽച്ച മാറണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ നിങ്ങളോട് സത്യം തുറന്ന് പറയാനാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഒന്ന് അടുത്തേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ് എന്ന് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങളുണ്ടെന്നുണ്ടെങ്കിലാണ് അവർക്ക് പൂർണ്ണമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കഴിയുക എന്നുള്ളൊരു ധാരണയുള്ളൊരു വ്യക്തിയാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലവേഴ്സ് എനർജി ആണെന്നുണ്ടെങ്കിലും അതുതന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വേറെ പല കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ കള്ളം പറയുകയൊക്കെ ചെയ്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. പക്ഷേ അവരിപ്പം വിചാരിക്കുന്നത് എന്തിനേക്കാളും പ്രാധാന്യം ഞാൻ ഇവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് സമയവും സന്ദർഭവും അനുസരിച്ച് സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഹോണസ്റ്റ് കോൺവെർസേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില സത്യങ്ങൾ തുറന്ന് പറയാൻ വേണ്ടിയിട്ട്, റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവർ നല്ല രീതിയിൽ ഇത് പോകണം എന്നുള്ള ഒരു ഇൻറ്റൻഷനാണ് ഇവരുടെ മനസ്സിനകത്താണെങ്കിലും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊരു പ്രാധാന്യം തരണം, അല്ലെങ്കിൽ കൂടുതൽ ബെറ്ററായിട്ട് റിലേഷൻഷിപ്പ് പോകണം എന്നുള്ള എനർജീസ് നമുക്കിവിടെ പലപ്പോഴായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പല കാർഡ്സിലും അതിൻ്റെ ഒരു ട്രെയ്റ്റ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ പറഞ്ഞതുപോലെ ഈഗോ ക്ലാഷസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫോൾസ് വിക്ടറിക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് തർക്കിച്ച് നിന്ന ഒരു വ്യക്തിയായിരിക്കാം. അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങളെ ചിലപ്പോൾ ഒന്ന് തഴഞ്ഞു പോയിട്ടുള്ളൊരു പേഴ്സണായിരിക്കും. ഇപ്പോൾ അവർ അതെല്ലാം മാറണം, അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട്, സത്യസന്ധമായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ അത്രയും നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുന്ന എനർജിയാണ് നമുക്കിവിടെ ഓരോ കാർഡ്സിനകത്തും റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് ലാസ്റ്റ് എനർജിയായിട്ട് വന്നിരിക്കുന്നതും ഈ ഒരു നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ദാറ്റ് മീൻസ് അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ സത്യസന്ധമായിട്ട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ റൊമാൻറ്റിക്കായിട്ട് അവർ അതിനെ നോക്കിക്കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകണം എന്നുള്ളൊരാഗ്രഹം. മൊത്തത്തിലൊരു സമാധാനവും സന്തോഷവും ഒക്കെ റിലേഷൻഷിപ്പിൽ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. ഇനി കലഹിച്ചിരിക്കാനായിട്ട് വയ്യ, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ പല കള്ളത്തരങ്ങളും അല്ലെങ്കിൽ വഴക്കുകളും ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അത് വേണ്ട എന്ന് ചിന്തിക്കുന്നൊരു എനർജിയാണ്. അവരുടെ ഒരു ഇൻറ്റ്യൂട്ടീവ് മൈൻഡ് സെറ്റ് തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് തന്നെ പറയുന്നത് സത്യസന്ധമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് വരാനാണ്. അപ്പോൾ അതിനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. നേരത്തെ ഒരു റോയിലൊക്കെ നമുക്ക് ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കണ്ടെങ്കിൽ കൂടിയും ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് അതിനെ പ്രേരിപ്പിക്കുന്നത് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാനാണ്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും നിങ്ങളോട് വളരെ ഒരു ആകർഷണം, താല്പര്യം, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണിൻ്റെ എനർജിയാണ്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എന്ന് തന്നെ പറയാം. ഇത് നമുക്ക് ചിലപ്പോൾ എല്ലാ സ്പ്രെഡിലും കിട്ടണമെന്നില്ല, ചിലയിടത്ത് നമുക്കൊരു ഭയങ്കര അട്രാക്ഷനൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ അതിനേക്കാൾ ഉപരിയായിട്ട് അട്രാക്ഷനും ഉണ്ട് ഈ ഒരു പേഴ്സൺ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളോട് ഇമോഷണലി കണക്റ്റ് ആവാൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു നമ്മൾ പറഞ്ഞതുപോലെ അത്രയും ഒരു ആത്മബന്ധം ഉള്ളതാണ്, നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ചിലരെ സംബന്ധിച്ച് ഒരുപാട് കാലപ്പഴക്കം ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേർത്ത് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. നിങ്ങളെ വിഷമിപ്പിക്കാതെ കൂടുതലും സന്തോഷത്തോടു കൂടി എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ അത് ഹീലായി രണ്ടുപേരും നല്ല രീതിയിൽ പോകണം എന്നാഗ്രഹിക്കുന്ന പേഴ്സൻ്റെ എനർജി. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, അത്രയും ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട്. ഓക്കെ, എറണാകുളം, അക്വേറിയസ് സോഡിയക് സൈൻ,
ചോതി നക്ഷത്രം. നമ്പർ 6, letter R. Number 8, letter C, മലപ്പുറം. ഭരണി നക്ഷത്രം. നമ്പർ 3, letter J, letter M. ചിത്തിര നക്ഷത്രം. ആയില്യം. നമ്പർ 25, letter B, Leo zodiac sign, Taurus. Letter N and number 28. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം എടുത്ത സ്പ്രെഡിൽ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് പെട്ടെന്ന് റെസനേറ്റ് ആവാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണുമായിട്ട് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആയിട്ട് വരും. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു അകൽച്ചയ്ക്ക് കാരണം, അവരായിട്ട് തന്നെ അത് കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുള്ളതാണ്. അതായത് അവരായിട്ട് തന്നെ അതിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കും. നിങ്ങളുടെ ആവശ്യം പോലുമില്ല. ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഭയങ്കര ഹറിബറി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെയാണ് അത് കേൾക്കുന്നതെങ്കിൽ കുറച്ചൊരു സാവകാശത്തോടെ റിലാക്സ് ചെയ്ത് ആ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്ത് സമാധാനത്തോടെ കേൾക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവായിട്ട് വിഷ്വലൈസേഷൻ ആണെങ്കിലും മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.